വിഷം നീണ്ടുമ്പോൾ അതിൻ്റെ മരുന്നിലും വിഷം ചേർന്നിട്ടുള്ള മരുന്നല്ലേ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അതിന് ചില ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങൾ നമ്മൾ വെറുതെ വികാരം കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ പാർട്ടിക്കകത്തും മുന്നണിക്കകത്തും ചർച്ച ചെയ്തിട്ട് മാത്രമേ അത് നടപ്പാക്കൂ എന്ന് മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു സമ്പൂർണ്ണ മദ്യനിരോധനം നടത്തണമെങ്കിൽ അതിനുള്ള ഒരു അന്തരീക്ഷം രൂപപ്പെടണം. അതിന് സർക്കാർ ശ്രമിക്കും. അല്ല, അതൊക്കെ പാർട്ടിയും മുന്നണിയിലും ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അതങ്ങനെ പരസ്യമായിട്ട് പ്രതികരിക്കേണ്ട ഒരു വിഷയമല്ല. ഒരു യാഥാർത്ഥ്യമുണ്ട്, ഒരു സമ്പൂർണ്ണ മദ്യനിരോധനത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുന്നതേ ഉള്ളൂ. പക്ഷേ മയക്കുമരുന്ന് അതുപോലെയല്ല. മയക്കുമരുന്ന് ഒരിക്കൽ അതിൻ്റെ അകത്ത് പെട്ടുപോയാൽ പിന്നെ മോചനമില്ല. പ്രത്യേകിച്ച് യങ് ജനറേഷനെ ബാധിക്കുന്നു. അതുകൊണ്ടാണ് അത് കംപ്ലീറ്റ് ആയിട്ട് തുടച്ചു നീക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. മദ്യത്തിൻ്റെ കാര്യത്തിൽ അതിപ്പോഴും ഉപയോഗിക്കുന്ന കുറേ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അങ്ങനെയുള്ളവരെ മാനസാന്തരപ്പെടുത്തി കൊണ്ടുവരണം. അതിനാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ബാറുകളുടെ എണ്ണം കുറച്ച് വന്നത്. പക്ഷേ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇഷ്ടം പോലെ കൊടുത്തതിൻ്റെ ദുരന്തമാണ് ഇന്ന് സംസ്ഥാനം അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വീര്യം കുറഞ്ഞ മദ്യം കൊടുക്കുന്നതിനാ. അല്ലാതെ ഈ സ്ഥിരം കുടിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, എന്തായാലും കുടിക്കും. ഇപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കലക്കി കുടിച്ച് ദുരന്തം ഉണ്ടാക്കും. അപ്പോൾ വീര്യം കുറഞ്ഞ മദ്യം കൊടുക്കുന്ന അതിൻ്റെ ഇമ്പാക്റ്റ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് മുമ്പ് സർക്കാർ ഈ ബിവറേജ് കോർപ്പറേഷൻ കൊണ്ടുവന്നത്. ഒരിക്കലും മദ്യം ഉപയോഗിക്കാത്ത ആളായിരുന്നു കരുണാകരൻ. അദ്ദേഹമാണ് ഈ ബിവറേജ് കോർപ്പറേഷൻ അദ്ദേഹത്തിൻ്റെ കാലത്താണ് കൊണ്ടുവന്നത്. എന്താ കാരണം? അന്ന് ഈ കുടിയന്മാരെന്തായാലും സമൂഹത്തിൽ കുറേ ആൾക്കാരുണ്ട്, പക്ഷേ അവർക്ക് കുടിക്കുമ്പോൾ നല്ല സാധനം കൊടുക്കുക, അതായിരുന്നു ഉദ്ദേശം. ഇപ്പോൾ ഈ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ ഒരു അർത്ഥം അത് തന്നെയാണ്. പക്ഷേ ഇത് അധികകാലം മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിനാണ് ഉമ്മൻചാണ്ടി തുടങ്ങി വെച്ച ഒരു പ്രോജക്റ്റ് ഘട്ടം ഘട്ടമായി ഇത് ഇല്ലാതാക്കുക. ഒരിക്കലും അത് അനുവദിക്കില്ല. വിദ്യാർത്ഥികൾക്ക് മദ്യം കൊടുക്കാൻ പാടില്ല എന്നാണ് നിയമം. അത് ലംഘിക്കുന്നവർക്കെതിരെ അതിശക്തമായിട്ടുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാവും. അല്ല, അതൊന്നും കുഴപ്പമില്ല. ഞങ്ങളുടെ പാർട്ടിയൊക്കെ ഒരു തുറന്ന സമീപനമാണ്. അന്ന് പറയുമ്പോൾ അദ്ദേഹമായിട്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഏറ്റവും കുറച്ച് കൊണ്ടുവന്ന സമയമായിരുന്നു. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അത് കുറച്ച് കൊണ്ടുവരണമെങ്കിൽ അതിൻ്റെ ആദ്യം വീര്യം കുറച്ച് ഇല്ലാതാക്കണം. അതാണ് അത്. ഇപ്പോൾ ഈ മറ്റേ വിഷം നീണ്ടുമ്പോൾ അതിൻ്റെ മരുന്നിലും വിഷം ചേർന്നിട്ടുള്ള മരുന്നല്ലേ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അതിന് ചില ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങൾ നമ്മൾ വെറുതെ വികാരം കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. തിരുവനന്തപുരം നഗരസഭയിലെ മുഖ്യ പ്രതിപക്ഷവും ഭരണകക്ഷിയായിട്ടുള്ള അടി, അതിൻ്റെ ഒരു മുന്നറിയിപ്പ് ഞാൻ നൽകുകയാണ്. രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുന്നില്ല, പക്ഷേ നഗരത്തിൽ മാലിന്യങ്ങൾ കുന്നുകൂടുകയാണ്. ഇനിയൊരു മഴ വന്നാൽ ഡെങ്കിപ്പനി പിടിച്ചാൽ കിട്ടില്ല. അന്ന് ആരോഗ്യവകുപ്പിനെയാണ് എല്ലാവരും കുറ്റം പറയുക. ഞാൻ മുൻകൂട്ടി ഞാൻ നൽകുന്നു, ഇപ്പോൾ പകർച്ചവ്യാധികൾ ഒരുമാതിരി കൺട്രോൾഡാണ്. അപ്പോൾ അധികം ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല, മരണം റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഇത് വളരെ അധ്വാനമായിരുന്നു ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ച്, മറ്റെല്ലാ വകുപ്പുകളായിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട്. പക്ഷേ തിരുവനന്തപുരം നഗരത്തിൽ ഏറ്റവും അധികം ഡെങ്കിപ്പനി പടരാൻ സാധ്യതയുള്ള ജില്ല തിരുവനന്തപുരമാണ്. അത് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആ നേരത്ത് മാലിന്യം നീക്കം ചെയ്യുന്നതിന് പകരം തല്ലി കൈയും കാലും ഒടിച്ചു കഴിഞ്ഞാൽ കൊതുകുകളുടെ എണ്ണം പെരുകും. കൊതുവിനെ അറിഞ്ഞുകൂടാ ഭരണകക്ഷിയും പ്രതിപക്ഷവുമായിട്ടുള്ള വഴക്കാണെന്ന്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കാൻ ഞാൻ മുന്നറിയിപ്പ് നൽകുന്നു. നഗരസഭ ഇക്കാര്യത്തിൽ മറ്റെല്ലാ വിഷയങ്ങളും മാറ്റിവെച്ച് ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കണം. അല്ലെങ്കിൽ പകർച്ചപ്പനിയുടെ ഒരു ജില്ലയായിട്ട് തിരുവനന്തപുരം ജില്ല മാറും. ഞാൻ പറയുന്നതിൻ്റെ കാരണം ഇവരുടെ രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, അത് അവർ തീരുമാനിച്ചോട്ടെ. പക്ഷേ അതിൻ്റെ ദുരന്തം അനുഭവിക്കേണ്ടി വരുന്ന ആരാ? ഈ നഗരത്തിലെ ജനങ്ങളല്ലേ. അപ്പം അതുകൊണ്ട് മാലിന്യം നീക്കം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ അടിയന്തരമായി നഗരസഭ കാര്യത്തിൽ മുൻകൈ എടുക്കണം. ഏതാ ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ ആ കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. അത് വെറുതെ തല്ലി പിരിയരുത്.